എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനി സെലിബ്രേഷൻ ആണ്. അപ്പോൾ മക്കളെ അവിടെ നമ്മളുടെ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട്. അവരുടെ ഓണം മെമ്മറീസ് എന്തൊക്കെയാണ്, അവരുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. യെസ്, ഷമീം സാർ, എങ്ങനെയായിരുന്നു ഓണം എന്നൊക്കെ പറയുമ്പോൾ സ്കൂൾ ലൈഫിൽ പൂക്കളം അല്ലേ, അതുപോലെ തന്നെ പായസം, സദ്യ, ഭയങ്കര ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. ഓക്കെ, അടിപൊളിയായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതാ സ്നേഹാമിസിനോട് ചോദിക്കാം. സ്നേഹാമിസിന്റെ സ്കൂൾ കാലഘട്ടം. നല്ലൊരു ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് പൂക്കള മത്സരം ആകുമ്പോൾ ബാക്കി പൂക്കളൊക്കെ വരുമല്ലോ. അപ്പോൾ ബാക്കി പൂവൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഞാൻ ബാഗിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അടിച്ചു മാറ്റിയില്ലേ? അതാകുമ്പോൾ നമുക്ക് വീട്ടിൽ പൂക്കളത്തിന് പൂവ് മേടിക്കേണ്ട ആവശ്യമില്ല. കിലോയ്ക്ക് 400 രൂപ. സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചത്. ഓക്കെ, നല്ല രസമുണ്ട്. എന്തായാലും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹരിജാമിസിനോട് ചോദിക്കാം. നല്ല മെമ്മറീസ് തന്നെയാണ്. പൂക്കള മത്സരം, അതുപോലെ കുറേ ഗെയിംസ് ഉണ്ടാവും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഹരിജാമിസിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആണ്. അങ്ങനെയാണെങ്കിൽ വർഷ മിസ്. പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേറെ ടീംസ് ഉണ്ടാവും, നമുക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. പിന്നെ അതേപോലെ പൂ അരിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ കറയൊക്കെ ആവുന്നതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കില്ല, ഡ്രസ്സൊന്നും നാശാക്കണില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് വേറെ ടീം നമ്മുടെ പൂക്കളം കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ വരാതെ ക്ലാസ്സിലേക്ക് വരാതെ നമ്മൾ നോക്കും. അതേപോലെ വേറെ ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ അവരുടെ ഡിസൈൻ കോപ്പി അടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെയായിരുന്നു സ്പൈ വർക്കായിരുന്നു മെയിനായിട്ട് ചെയ്യുന്നത്. ജെയിംസ് ബോണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വർഷം നിങ്ങളുടെ ഓണപരിപാടികൾ എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.